الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد ألا إن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي أيها الناس أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين يؤتون ما آتوا وقلوبهم وجلة أنهم إلى ربهم راجعون ബഹുമാന്യരായ വിശ്വാസിനികളെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് റമളാൻ 25, 4-5 ദിവസങ്ങൾക്കകം റമളാൻ നമ്മോട് വിട പറയുകയാണ്. റമളാനോട് നാം സലാം പറയുന്ന വെള്ളിയാഴ്ചയാണ് ഈ വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. അഭിവാദ്യം ചെയ്തുകൊണ്ടായിരുന്നു റമളാനെ നാം സ്വീകരിച്ചത്. സലാം പറഞ്ഞു തന്നെ റമളാനെ നമ്മൾ യാത്രയാക്കേണ്ടതുണ്ട്. ഏറ്റവും ഊഷ്മളമായ ഒരു വരവേൽപ്പ് നാം റമളാന് നൽകിയിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഹൃദ്യമായ ഒരു യാത്രയപ്പം റമളാന് നൽകാൻ നാം ബാധ്യസ്ഥരാണ്. അസ്സലാമു അലൈക യാ ഷഹ്റ റമളാൻ ഷഹ്റുൻ മുബാറകുൻ ഷഹ്റുൻ അളീം ഷഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ. പറഞ്ഞത് സലാമാണ്. വന്നപ്പോഴും നാം സലാം പറഞ്ഞുകൊണ്ടാണ് സ്വീകരിച്ചത്. اللهم أهله علينا بالأمن والإيمان والسلامة والإسلام ربي وربك الله هلال رشد وخير എന്ന് നിറഞ്ഞ മനസ്സോടുകൂടി പറഞ്ഞുകൊണ്ടാണ് റമളാനെ നമ്മൾ വരവേറ്റത്. ഇതാ റമളാൻ അവസാനത്തെ വെള്ളിയാഴ്ചയാണിത്. 4-5 ദിവസങ്ങൾക്കകം റമളാൻ നമ്മുടെ യാത്ര ചോദിക്കുകയാണ്. റമളാൻ യാത്ര പറയുകയാണ്. റമളാനെ നല്ല നിലയിൽ സ്വാഗതം ചെയ്തതുപോലെ റമളാനെ നല്ല നിലയിൽ യാത്രയേക്കാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവേണ്ടതുണ്ട്. റമളാന്റെ അവസാന ഭാഗം നന്നാക്കുക. ആദ്യം നന്നാക്കിയതുപോലെ അതല്ലെങ്കിൽ അതിനേക്കാൾ നന്നായി റമളാന്റെ അവസാന ഭാഗം നാം മാറ്റുക. അൽ അഅ്മാലു ബിഖവാതീമിഹാ, കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുന്നത് അതിൻ്റെ അവസാന ഭാഗം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. കർമ്മങ്ങൾ ചൈതന്യവത്താകുന്നത് അതിൻ്റെ അവസാനം കൂടി പരിഗണിച്ചുകൊണ്ടാണ്. അവസാന സമയമാവുമ്പോൾ നാം അലസന്മാരായി മാറാൻ പാടില്ല. ലാ യമല്ലുല്ലാഹു ഹത്താ തമല്ലു,
നിങ്ങൾ അലസന്മാരാവുന്നത് വരെ അള്ളാഹു അലസനാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. അള്ളാഹു ഒരിക്കലും അലസനല്ല. അള്ളാഹു അലസനാവുകയില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ മടി കാണിക്കുകയില്ല എന്നാണ്. നിങ്ങൾ അലസന്മാരാവാത്ത കാലത്തോളം അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം നൽകാൻ മടി കാണിക്കുകയില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പറഞ്ഞതിന്റെ വിവക്ഷ. സഹോദരങ്ങളെ, ഇനിയും ലൈലത്തുൽ ഖദറിന് സാധ്യതയുള്ള രാത്രികൾ അവശേഷിക്കുന്നുണ്ട്. അത് പാഴാക്കാതിരിക്കുക എന്നതാണ്. റമളാനിൽ ഒരുപാട് ദിനങ്ങൾ വേണമെന്നില്ല. റമളാനിലെ ഓരോ ദിനവും മഹത്വമേറിയതാണ്. ഇനി 4-5 ദിനങ്ങളല്ലേ ഉള്ളൂ എന്ന് കരുതി റമളാൻ നമ്മോട് പൂർണ്ണമായും വിട പറഞ്ഞു എന്നും ആരും ധരിക്കണ്ട. ആ 4-5 ദിവസങ്ങളും വിലപ്പെട്ടതാണ്. ഇബ്നുൽ ജൗസി റഹ്മഹുല്ലാഹ് പറയാണ്, തല്ലാഹി ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി തമന്നൗ ലതമന്നൗ യൗമൻ മിൻ റമളാൻ. എന്താണ് ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിന്റെ വിവക്ഷ? തല്ലാഹി, അല്ലാഹുവാണേ സത്യം, ലൗ ഖീല ലി അഹ്ലിൽ ഖുബൂരി, ഖബറാളികളോട് പറയപ്പെട്ടാൽ തമന്നൗ, നിങ്ങൾ ആഗ്രഹിക്കിൻ, നിങ്ങൾ സ്വപ്നം കാണിൻ, ആഗ്രഹിക്കിൻ, കിനാവ് കാണിൻ എന്ന് ഖബറാളികളോട് പറയപ്പെട്ടാൽ ലതമന്നൗ യൗമൻ മിൻ റമളാൻ, റമളാനിലെ ഒരു ദിവസം അവർ സ്വപ്നം കാണുമായിരുന്നു. റമളാനിലെ ഒരു ദിവസം അവർ ആഗ്രഹിക്കുമായിരുന്നു. പടച്ചോനെ, ദുനിയാവിലേക്ക് തന്നെ മടങ്ങി റമളാനിൽ ഒരു ദിവസം ജീവിക്കാൻ, ഒരു ദിവസം കൂടി ജീവിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകിയാലും എന്ന് ഖബറാളികൾ പോലും കൊതിക്കുമെന്നാണ്. സഹോദരങ്ങളെ, അതാണ് റമളാൻ. അതാണ് റമളാനിലെ ഓരോ ദിവസങ്ങളുടെയും പ്രത്യേകത എന്ന് പറയുന്നത്. റമളാന്റെ അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ സുഹൃതങ്ങളിൽ കൂടുതൽ ചൈതന്യവത്താവുക എന്നതോടൊപ്പം തന്നെ നാം നിർവഹിക്കുന്ന സുഹൃതങ്ങൾ, നിർവഹിച്ച് കഴിഞ്ഞ സുഹൃതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. സ്വീകരിക്കുക എന്നത് പരമപ്രധാനമാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, നിശ്ചയം അല്ലാഹു കർമ്മങ്ങൾ സ്വീകരിക്കുന്നത് മുത്തഖീങ്ങളിൽ നിന്ന് മാത്രമാണ്, തഖ്വയുള്ള ആളുകളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കുന്നത്. തഖ്വയോട് കൂടിയാണോ നമ്മൾ നിർവഹിച്ചത്? ഇഖ്ലാസോട് കൂടിയാണോ നമ്മൾ നിർവഹിച്ചത്? എങ്കിൽ ഇഖ്ലാസുള്ള കർമ്മങ്ങൾ, തഖ്വയുള്ള കർമ്മങ്ങളാണ് അല്ലാഹു തആല സ്വീകരിക്കുന്നതെന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറയാണ്. സഹോദരങ്ങളെ, നമസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും ദിക്റുകളും ദുആകളും സ്വലാത്തുകളും ധാരാളമായിട്ട് നിർവഹിച്ചവരാണ് നാം. ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും ആളുകൾക്കിടയിൽ, എന്നാൽ പോലും നിർവഹിച്ചവരാണ് എല്ലാവരും. എന്നാൽ അത് സ്വീകരിച്ചിട്ടുണ്ടോ, അള്ളാഹു അത് സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ള ആശങ്ക കൂടി നമുക്കുണ്ടാവണം. വിശ്വാസിയെ അങ്ങനെയുള്ള ഒരു ഭയം കൂടി നയിക്കേണ്ടതുണ്ട്. പടച്ചോൻ ഇത് സ്വീകരിക്കുന്നുണ്ടോ? അങ്ങനെയുള്ള ആശങ്കയുണ്ടാവുമ്പോഴേ അത് സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മിൽ നിന്ന് ഉയരുകയുള്ളൂ. നമുക്കറിയാലോ, എല്ലാ സുഹൃതങ്ങൾക്ക് പിറകെയും സ്വീകരിക്കാൻ വേണ്ടി പടച്ചവനോടുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ്. കഅബാലയം നിർമ്മിച്ചു. ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും ചേർന്നുകൊണ്ട് കഅബാലയം പുനർനിർമ്മിച്ചു. പുനർനിർമ്മാണ ശേഷം ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബിയും പ്രാർത്ഥിക്കുന്നതും റബ്ബനാ തഖബ്ബൽ മിന്നാ, പടച്ചവനെ ഈ സുഹൃതം ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ നാഥ എന്നാണ്. റബ്ബ് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രധാനമാണ്. വിശ്വാസിയെയും നയിക്കേണ്ടത് ആ ചിന്തയാണ്. ഐഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു വചനത്തിന്റെ വിശദീകരണം ചോദിച്ചു. ഏതാണ് വചനം? ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച വചനമാണത്. ഖുതുബയുടെ തുടക്കത്തിൽ ഓതിവെച്ച വചനം, വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. ആരാണ് സത്യവിശ്വാസികൾ? വല്ലദീന യുഅ്തൂന മാ ആതൗ വഖുലൂബുഹും വജില. അവർ നൽകുന്ന കാര്യങ്ങൾ നൽകുന്നു, ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ദാനം ചെയ്യുമ്പോൾ വഖുലൂബുഹും വജില, അവരുടെ ഹൃദയങ്ങൾ വിറപൂണ്ട അവസ്ഥയിലാണ്. ദാനം ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, എല്ലാ സുഹൃതങ്ങളും ചെയ്യുമ്പോൾ
അവരുടെ ഹൃദയങ്ങൾ വിറപൂണ്ട അവസ്ഥയിലാണ്. അന്നഹും ഇലാ റബ്ബിഹിം റാജിഊൻ, നിശ്ചയം അവർ അവരുടെ രക്ഷിതാവിലേക്ക് മടങ്ങേണ്ടവരാണെന്നുള്ള ചിന്തയാണ് അവരെ നയിക്കുന്നത്. ദാനം ചെയ്യുമ്പോൾ, നമസ്കരിക്കുമ്പോൾ, ദിക്റുകൾ ചൊല്ലുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വിറപൂണ്ട അവസ്ഥയിലാണ്. ഐഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രവാചകരെ, എന്താ കാര്യം? എന്തിനാണ് അവർ വിറക്കുന്നത്? എന്തിനാണ് അവരെ പേടിക്കുന്നത്? അവരിൽ വല്ല തെറ്റുകളും സംഭവിച്ചോ? അഹുവർ റജുലു യസ്നി വയസ്രിഖു വയശ്റബുൽ ഖംർ, അവർ വല്ല തെറ്റും ചെയ്തോ? വ്യഭിചാരം ചെയ്തിട്ടുള്ള ആളുകളാണോ അവർ? അതല്ല അവരെ എപ്പോഴെങ്കിലും മോഷ്ടിച്ചിട്ടുണ്ടോ? അവരെപ്പോഴെങ്കിലും മദ്യപാനം ചെയ്തിട്ടുണ്ടോ? മദ്യപിച്ചിട്ടുണ്ടോ? അങ്ങനെ വല്ല തെറ്റും അവരിൽ സംഭവിച്ചോ? അത് കാരണമാണോ അവരെ പേടിക്കുന്നത്, അവരെ ഭയക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യാ ബിൻത സുദ്ദീഖ്, ലാ യാ ബിൻത സുദ്ദീഖ്, ഇല്ല സുദ്ദീഖിന്റെ മോളെ, അതൊന്നുമല്ല വിഷയം. അബൂബക്കറിന്റെ മോളെ, അതൊന്നുമല്ല വിഷയം. അവര് തെറ്റ് ചെയ്തത് കൊണ്ടല്ല, ഒരിക്കലുമില്ല. അങ്ങനെയുള്ള തെറ്റുകളൊന്നും ചെയ്യുന്നവരല്ല അക്കൂട്ടർ. നീ പറഞ്ഞ ഈ തെറ്റുകളുണ്ടല്ലോ, അതിന്റെ അയൽവക്കത്ത് പോലും പോകുന്നവരല്ല ഈ കൂട്ടർ. ലാകിന്നഹു റജുലു യസൂമു വയുസല്ലി വയതസദ്ദഖു, അവര് നോമ്പെടുക്കുന്നു, നമസ്കരിക്കുന്നു, ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നു. പക്ഷേ അതോടൊപ്പം വഹുവ യഖാഫു അല്ലാ യഖ്ബല മിൻഹു, പടച്ചതമ്പുരാൻ ഇത് സ്വീകരിക്കാതെ പോവുമോ എന്നാശങ്കിക്കുകയാണ്. പടച്ചതമ്പുരാൻ ഇത് തള്ളുമോ, ഇത് സ്വീകരിക്കാതെ പോവുമോ എന്നവർ ഭയപ്പെടുന്നു. അതാണ് അവരെ നയിക്കുന്ന ഭയം. അതല്ലാതെ അവര് ചെയ്ത തെറ്റുകളല്ല, അതിനു മാത്രം തെറ്റുകളൊന്നും ചെയ്യുന്ന ആളുകളല്ല, ചെയ്തവരല്ല അവർ ചെയ്യുന്ന സുഹൃതങ്ങൾ അല്ലാഹു സ്വീകരിക്കുമോ എന്നതാണ് അവരുടെ ഭയം. സഹോദരങ്ങളെ, അല്ലാഹു സ്വീകരിക്കാൻ വേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥന, അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാഗത്ത് നിന്നുണ്ടാവേണ്ടത്. അങ്ങനെ പ്രാർത്ഥിക്കുന്നവരാണ് വിശ്വാസികൾ. സഹോദരങ്ങളെ, വിശ്വാസികളുടെ അടയാളം പറയുമ്പോഴാണ് അങ്ങനെ പറയുന്നത്. ഹൃദയങ്ങൾ വിറപൂണ്ട അവസ്ഥയിലാണവർ. റബ്ബ് സ്വീകരിക്കാൻ വേണ്ടി അവരെ പ്രാർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ, പെരുന്നാൾ ദിനത്തിലും വിശ്വാസികൾ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ പറയുന്ന ആശീർവാദം എന്താണ്? പ്രാർത്ഥന എന്താണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, നിന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അതുപോലെ നമ്മിൽ നിന്നും അല്ലാഹു തആല എല്ലാ സുഹൃതങ്ങളും സ്വീകരിക്കട്ടെ എന്നുള്ളതാണ്. كان أصحاب النبي صلى الله عليه وسلم كان أصحاب النبي صلى الله عليه وسلم إذا التقوا يوم العيد, പെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാരെ പരസ്പരം കണ്ടുമുട്ടിയാൽ യഖൂലു ബഅദുഹും ലിബഅദിൻ തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, അവരെ പരസ്പരം പ്രാർത്ഥിക്കുന്നത് എന്താണ്? അവരെ പരസ്പരം ആശീർവദിക്കുന്നത് എന്താണ്? തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും, എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ എന്നാണ്. അങ്ങനെയായിരുന്നു സഹാബിമാരെ പെരുന്നാൾ ദിവസം കണ്ടുമുട്ടിയാൽ പരസ്പരം പ്രാർത്ഥിച്ചിരുന്നത്. സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുക, അല്ലാഹു ഇത് സ്വീകരിക്കാൻ വേണ്ടി, സുഹൃതങ്ങൾ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക എന്നതും ഗൗരവത്തിൽ നാം ഈ ഘട്ടത്തിൽ എടുക്കേണ്ട കാര്യമാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, റമദാനിൽ ചില ദിവസങ്ങൾ അവശേഷിക്കുന്നുണ്ട്, വിലപ്പെട്ട ചില ദിനങ്ങൾ. നമ്മൾ പറഞ്ഞല്ലോ, ലൈലത്തുൽ ഖദറിന് പോലും സാധ്യതയുള്ള 2 രാത്രികൾ അതിൽ അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സഹോദരങ്ങളെ, ആ വിലപ്പെട്ട ദിനങ്ങളെ നന്നായി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ്. ഫിത്ർ സക്കാത്ത് നമുക്കറിയാം, നിർബന്ധമുള്ള കാര്യമാണ്. അത് നിർവഹിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ ഫിത്ർ സക്കാത്ത് മാത്രം നൽകിയാൽ പോരാ, നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ അംഗങ്ങളുടെയും, മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഫിത്ർ സക്കാത്ത് നൽകണം എന്നുള്ളതാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫറള സകാത്തുൽ ഫിത്ർ മിൻ റമദാൻ അലാ കുല്ലി നഫ്സിൻ മിനൽ മുസ്ലിമീൻ, നിശ്ചയം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കി. മുസ്ലിങ്ങളുടെ ഓരോ ശരീരത്തിന്റെ മേലിലും, എല്ലാ നഫ്സുകൾക്കും, എല്ലാ ശരീരങ്ങൾക്കും നിർബന്ധമാണ്. ഹുർരിൻ ഔ അബ്ദിൻ, സ്വതന്ത്രനായ മുസ്ലിമാണെങ്കിലും, ഇനി പഴയ കാലത്ത് അടിമകളുണ്ടായിരുന്നു, അടിമയായ മുസ്ലിമാണെങ്കിലും സ്വതന്ത്രനായ മുസ്ലിമാണെങ്കിലും, ഔ റജുലിൻ ഔ ഇംറഅത്തിൻ, പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും, സ്വഗീരിൻ ഔ കബീരിൻ, കുട്ടിയാണെങ്കിലും മുതിർന്നയാളാണെങ്കിലും, എല്ലാവർക്കും, നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കടക്കം, നമ്മുടെ വീട്ടിൽ നാം ചെലവ് കൊടുക്കുന്ന പരിചാരകനുണ്ടെങ്കിൽ,
സഹോദരങ്ങളെ, ആ പരിചാരകനടക്കം ആ സേവകന്റെ ഫിത്ർ സക്കാത്ത് അടക്കം നൽകാൻ നമ്മൾ ബാധ്യസ്ഥനാണ്. ഒരാൾക്കും അയാളുടെ കുടുംബത്തിനും ആവശ്യമായ ഭക്ഷണവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളും കഴിച്ച് ഒരു സ്വായിലധികം ഭക്ഷണം ഒരാളുടെ വീട്ടിൽ ബാക്കിയുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിന് തുല്യമായ മൂല്യം ഒരാളുടെ കൈവശമുണ്ടെങ്കിൽ, നമുക്കും നമ്മുടെ കുടുംബത്തിനും കഴിക്കാനുള്ള ഭക്ഷണം കഴിച്ച് ബാക്കി ഒരു സ്വാ, അതല്ലെങ്കിൽ അതിന് തുല്യമായിട്ടുള്ള മൂല്യം, അത് രൂപയായിട്ടാണെങ്കിൽ അങ്ങനെ, എങ്ങനെയാണോ എങ്കിൽ അങ്ങനെ, നമ്മുടെ കൈവശം ബാക്കിയുണ്ടെങ്കിൽ അങ്ങനെയുള്ള എല്ലാ ആളുകളും ഫിത്ർ സക്കാത്ത് കൊടുക്കണം. എന്ന് വരുമ്പോൾ ഒരുവിധം ആളുകൾക്കെല്ലാം ഫിത്ർ സക്കാത്ത് ബാധകമായി വരുന്നുണ്ട്. ഒരു സ്വാ എന്ന് പറഞ്ഞാൽ ഏകദേശം 3 കിലോഗ്രാം, 3 കിലോഗ്രാമിന്റെ താഴെയുള്ള തൂക്കമാണ് ഒരു സ്വാ എന്ന് പറയുന്നത്. സഹോദരങ്ങളെ, 3 കിലോഗ്രാം ധാന്യം, അതിന് തുല്യമായ മൂല്യമൊക്കെ കൈവശമില്ലാത്ത ആളുകൾ ആരാണ്, എവിടെയാണ് ഉണ്ടാവുക? അതുകൊണ്ട് സഹോദരങ്ങളെ, ഫിത്ർ സക്കാത്തിന്റെ കാര്യം എല്ലാവരും ഗൗരവത്തിലെടുക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അൻ തുഅദ്ദി ഖബ്ല ഖുറൂജിൻ നാസ് ഇല സ്വലാ, ജനങ്ങൾ നമസ്കാരത്തിലേക്ക്, പെരുന്നാൾ നമസ്കാരത്തിലേക്ക് പുറപ്പെടുന്നതിന്റെ മുമ്പ് ഫിത്ർ സക്കാത്ത് നിർവഹിക്കുവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു, മൻ അദ്ദാഹ ഖബ്ല സ്വലാത്തി ഫഹിയ സകാത്തുൻ മഖബൂല, ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് അത് നിർവഹിച്ചാൽ അത് സ്വീകാര്യയോഗ്യമായിട്ടുള്ള ഫിത്ർ സക്കാത്താണ്. വമൻ അദ്ദാഹ ബഅദ സ്വലാത്തി ഫഹിയ സ്വദഖത്തുൻ മിനസ് സ്വദഖാത്ത്, പെരുന്നാൾ നമസ്കാരത്തിന്റെ ശേഷമാണ് ഒരാൾ അത് നിർവഹിക്കുന്നതെങ്കിൽ അത് ഫിത്ർ സക്കാത്ത് ആവൂല, അത് കേവലം ദാനമേ ആവുന്നുള്ളൂ. അതാണ് ഫിത്ർ സക്കാത്ത്. പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പ് അത് നിർവഹിച്ചു എന്ന് ഉറപ്പുവരുത്തുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാവണം. 2 ലക്ഷ്യങ്ങളാണ് ഫിത്ർ സക്കാത്തിനുള്ളത്. അതും ഹദീസിൽ തന്നെ പറഞ്ഞതാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, തുഹ്റത്തുൽ ലിസ്സായിമി മിനൽ ലഗബി വറഫസി, നോമ്പുകാരന്റെ നോമ്പിൽ വല്ല സ്ഖലിതങ്ങളും വല്ല കുറവുകളും വീഴ്ചകളും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ ശുദ്ധീകരണമാണ് ഫിത്ർ സക്കാത്ത്. നോമ്പിൽ സംഭവിച്ചു പോയ കുറവുകൾ പരിഹരിക്കുന്നത് ഫിത്ർ സക്കാത്തിലൂടെയാണ്. രണ്ടാമത് പറഞ്ഞു, തുഅമത്തുൽ ലിൽ മസാകീൻ, അഗതികൾക്കുള്ള ഭക്ഷണമാണ് ഫിത്ർ സക്കാത്ത്, അഗതികൾക്കുള്ള ഭക്ഷണം കൂടിയാണ് ഫിത്ർ സക്കാത്ത്. ഖാല വഖീഉൻ, വഖീഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സകാത്തുൽ ഫിത്ർ ലി ശഹ്ർ റമദാൻ തുജ്ബിറു നഖ്സ സൗം, നോമ്പുകാരന്റെ നോമ്പിൽ വല്ല കുറവുകളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫിത്ർ സക്കാത്തിലൂടെ അത് പരിഹരിക്കുമെന്ന് വഖീഅ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. സഹോദരങ്ങളെ, നോമ്പിൽ വല്ല കുറവും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ മനുഷ്യരാണ്, പലതും സംഭവിക്കാം നമ്മിൽ, നമ്മുടെ നോമ്പിന്റെ ചൈതന്യത്തിന് നിരക്കാത്ത വല്ലതും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അത് ഫിത്ർ സക്കാത്തിലൂടെ പരിഹരിക്കപ്പെടും എന്നുള്ളതാണ് അതിന്റെ പ്രാധാന്യം. രണ്ടാമത്തേത്, അത് അഗതികൾക്കുള്ള ഭക്ഷണമാണ്, അതുകൊണ്ട് നൽകിയെന്ന് ഉറപ്പുവരുത്തണം. സഹോദരങ്ങളെ, ഓരോ നാട്ടിലെയും ജനങ്ങൾ പൊതുവായി ഭക്ഷിക്കുന്ന ധാന്യമാണ് അർഹരായ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്. അത് വ്യക്തി നൽകുകയാണെങ്കിലും സംഘടിത സംവിധാനങ്ങൾ വഴി ശേഖരിക്കുകയാണെങ്കിലും ഇനി വക്കീലിനെ ചുമതലപ്പെടുത്തിക്കൊണ്ട് അർഹരായ ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിലും അർഹരായ ആളുകൾക്ക് ലഭിക്കേണ്ടത്, അതല്ലെങ്കിൽ സ്വീകർത്താക്കൾക്ക് ലഭിക്കേണ്ടത് ഓരോ നാട്ടിലെയും പ്രധാനമായിട്ടുള്ള ധാന്യമാണ് ലഭിക്കേണ്ടത്. അതിന് കൃത്യമായി നമുക്ക് ഹദീസുകളിൽ തെളിവുകൾ കാണാൻ സാധിക്കുന്നതാണ്. ഫറദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തംറിൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്ർ സകാത്ത് നിർബന്ധമാക്കി. സ്വാഅൻ മിൻ തംറിൻ, കാരക്കയുടെ ഒരു സ്വാഇന്റെ അളവ് നമ്മൾ പറഞ്ഞു, ഇനി അത് വീണ്ടും വിശദീകരിക്കുന്നില്ല. കാരക്കയുടെ ഒരു സ്വാ, അതല്ലെങ്കിൽ യവത്തിന്റെ ഒരു സ്വാ, അന്നത്തെ കാലത്തുള്ള പ്രധാന ഭക്ഷണങ്ങൾ അതൊക്കെയായിരുന്നു. വേറൊരു നിവേദനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്, അബൂ സഈദുൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പറയാണ്, കുന്നാ നുഖ്രിജു സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തആമിൻ, ഞങ്ങൾ സകാത്തുൽ ഫിത്ർ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. സ്വാഅൻ മിൻ തആമിൻ, ജനങ്ങളിൽ നിന്ന് ശേഖരിക്കുമ്പോൾ അത് മൂല്യമായിട്ടോ പണമായിട്ടോ ഒക്കെ ശേഖരിക്കാം, പക്ഷേ സ്വീകർത്താക്കളിലേക്ക് എത്തുമ്പോൾ അത് ധാന്യമായിട്ടാവണം. കുന്നാ നുഖ്രിജു സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തആമിൻ, ഭക്ഷണത്തിന്റെ ഒരു സ്വാ ആയി
ഞങ്ങൾ സകാത്തുൽ ഫിത്ർ ആളുകളിലേക്ക് എത്തിക്കുമായിരുന്നു. ഔ സാഅം മിൻ ഷഈരിൻ, അതല്ലെങ്കിൽ യവത്തിന്റെ ഒരു സാഅ്, ഔ സാഅം മിൻ തംറിൻ, അതല്ലെങ്കിൽ കാരക്കയുടെ ഒരു സാഅ്, ഔ സാഅം മിൻ ഇഖ്തിൻ, അതല്ലെങ്കിൽ വെണ്ണയുടെ ഒരു സാഅ്, ഔ സാഅം മിൻ സബീബിൻ, അതല്ലെങ്കിൽ ഉണക്കമുന്തിരിയുടെ ഒരു സാഅ്. ഇപ്രകാരമായിരുന്നു സകാത്തുൽ ഫിത്ർ ഞങ്ങൾ സ്വീകർത്താക്കളിലേക്ക് എത്തിച്ചിരുന്നത് എന്ന് അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാൻ. ഇനി പെരുന്നാൾ ദിനത്തിലും പെരുന്നാളിനോടനുബന്ധിച്ചും നമ്മൾ പാലിക്കേണ്ടുന്ന ചില മര്യാദകൾ കൂടിയുണ്ട്. അത് പറയാനും ഇനി വേറൊരു വെള്ളിയാഴ്ച വരാത്തത് കൊണ്ട് അതും ഈ സന്ദർഭത്തിൽ തന്നെ നമുക്ക് പറയേണ്ടി വരും. പ്രത്യേക നീയത്തോടുകൂടി പെരുന്നാളിന്റെ കുളി എന്ന നിലയ്ക്ക് ചെറിയ പെരുന്നാളിന്റെ നീയത്ത് വെച്ചുകൊണ്ട് കുളിക്കലും സുഗന്ധം ഉപയോഗിക്കലും ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കലുമെല്ലാം പെരുന്നാളിൽ പുണ്യമാക്കപ്പെട്ടിരിക്കുന്നു. ഈദുൽ ഫിത്ർ ദിനത്തിൽ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് എന്തെങ്കിലും ഭക്ഷിക്കുക എന്നത് പ്രവാചക ചര്യയിൽപ്പെട്ടതാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യഖ്റുജു യൗമൽ ഫിത്രി ഹത്താ യത്അമ വലാ യത്അമു യൗമൽ അദ്ഹാ ഹത്താ യുസല്ലിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം യൗമുൽ ഫിത്റിൽ, ഈദുൽ ഫിത്ർ ദിനത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വരെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാറില്ലായിരുന്നു. ഭക്ഷണം കഴിച്ചിട്ടേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദുൽ ഫിത്ർ ദിനത്തിൽ, ചെറിയ പെരുന്നാൾ എന്ന് നമ്മൾ അതിന് പരിഭാഷ പറയാറുണ്ട്. ഈദുൽ ഫിത്റിന് ചെറിയ പെരുന്നാൾ എന്നത് ഫിറ്റായൊരു പരിഭാഷയാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കൂല. പക്ഷെ സാധാരണ നമ്മളെല്ലാവരും പറഞ്ഞു വരുന്ന പരിഭാഷ തന്നെ നമുക്ക് ഇപ്പോഴും ഉപയോഗിക്കാം. ഏതായാലും ചെറിയ പെരുന്നാൾ ദിനത്തിൽ ഭക്ഷണം കഴിക്കുന്നത് വരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല. ഭക്ഷണം കഴിക്കും. വലാ യത്അമു യൗമൽ അദ്ഹാ ഹത്താ യുസല്ലിയ. ബലിപെരുന്നാൾ ദിനത്തിൽ പ്രവാചകൻ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കൂല. പ്രവാചകൻ ബലിപെരുന്നാൾ ദിനത്തിൽ ആദ്യമായി കഴിച്ചിരുന്നത് ബലിമൃഗത്തിൽ നിന്നുള്ള ഭക്ഷണമായിരുന്നു എന്നെല്ലാം തന്നെ ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഈദുൽ ഫിത്ർ ദിനത്തിൽ ഈദ്ഗാഹിലേക്ക് പുറപ്പെടുന്നതിന്റെ മുന്നോടിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചിരുന്നു. എന്താ പ്രവാചകൻ കഴിച്ചിരുന്നത് എന്നും ഹദീസുകളിൽ കാണാം. ലാ യഗ്ദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൽ ഫിത്ർ ഹത്താ യഅകുല തംറാത്തിൻ വയഅകുലുഹുന്ന വിത്റാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില കാരക്കകൾ തിന്നുന്നത് വരെ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നില്ല. കാരക്കകളായിരുന്നു ഭക്ഷിച്ചിരുന്നത്. വയഅകുലുഹുന്ന വിത്റാ, ആ കാരക്കകൾ ഒറ്റയായിട്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചിരുന്നത്. ഒറ്റയായി ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒറ്റയായി ഭക്ഷിച്ച് അവസാനിപ്പിക്കുക എന്നുള്ളതാണ്. ഒന്നുകിൽ ഒരു കാരക്ക, അതല്ലെങ്കിൽ 3 കാരക്ക, അതല്ലെങ്കിൽ 5 കാരക്ക. ആ രീതിയിൽ ഒറ്റയായിട്ടായിരുന്നു പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈദുൽ ഫിത്ർ ദിനത്തിൽ നമസ്കാരത്തിലേക്ക് പോകുന്നതിന്റെ മുന്നോടിയായി കഴിച്ചിരുന്നത്. സഹോദരങ്ങളെ, ശവ്വാൽ മാസപ്പിറവി ദൃശ്യമായത് മുതൽ, അതല്ലെങ്കിൽ റമദാൻ 30 പൂർത്തീകരിച്ച് പെരുന്നാൾ രാവിലേക്ക് പ്രവേശിച്ചത് മുതൽ തക്ബീറുകൾ ധാരാളമായി ഉരുവിടൽ സുന്നത്താണ്. പുരുഷന്മാരെ ശബ്ദം ഉയർത്തിയും സ്ത്രീകളെ ശബ്ദം താഴ്ത്തിയുമാണ് തക്ബീർ ചൊല്ലേണ്ടത്. എല്ലാവർക്കും തക്ബീറുണ്ട്, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഒക്കെ തക്ബീറുകളുണ്ട്. പക്ഷേ പുരുഷന്മാരെ ശബ്ദം ഉയർത്തിയും സ്ത്രീകൾ താഴ്ത്തിയുമാണ് തക്ബീർ ചൊല്ലേണ്ടത്. റമദാനിൽ നോമ്പ് പൂർത്തീകരിക്കാൻ സാധിച്ചതിന് അല്ലാഹുവിനുള്ള നന്ദി പ്രകാശനം കൂടിയാണ് തക്ബീർ. അതാണ് ഈദുൽ ഫിത്റിന്റെ തക്ബീറിന്റെ പ്രത്യേകത. 29 നോമ്പ് അല്ലെങ്കിൽ 30 നോമ്പ് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചതിൽ അള്ളാഹുവിന് ഞാൻ നടത്തുന്ന നന്ദി പ്രകാശനമാണ് തക്ബീർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമ്പോ ആ സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും വലഅല്ലകും തഷ്കുറൂൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ റമദാൻ മാസവുമായി ബന്ധപ്പെട്ട വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ പരാമർശം അവസാനിപ്പിക്കുന്നത്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാകും, അല്ലാഹു നിങ്ങൾക്ക് നേർവഴി നൽകിയതിന്റെ പേരിൽ അല്ലാഹുവിനെ നിങ്ങൾ വാഴ്ത്തുന്നതിന് വേണ്ടി. വലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിനെ നിങ്ങൾ തക്ബീറുകൾ മുഴക്കുക. അല്ലാഹുക്ക് നന്ദി പ്രകാശിപ്പിക്കുന്ന തക്ബീറാണ്. സഹോദരങ്ങളെ, ഈ നോമ്പ് നോൽക്കാൻ അല്ലാഹു എനിക്ക് ആരോഗ്യം നൽകിയതിന് നന്ദി പ്രകാശിപ്പിക്കുന്ന തക്ബീറാണ്. ഈദിന്റെ തലേ ദിവസം മുതൽ നാം ചൊല്ലിക്കൊണ്ടിരിക്കുന്ന തക്ബീർ എന്ന് പറയുന്നത്, സഹോദരങ്ങളെ, ഈദ്ഗാഹുകളിലേക്ക് അതല്ലെങ്കിൽ മസ്ജിദുകളിലേക്ക് നേരത്തെ പുറപ്പെടുക എന്നതും പുണ്യമുള്ള കാര്യമാണ്. നേരത്തെ പുറപ്പെടുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ ഉദിച്ചാൽ മുസല്ലയിലേക്ക് പുറപ്പെടാറുണ്ടായിരുന്നു.
എന്നാൽ പ്രവാചകന്റെ മുന്നിൽ, പ്രവാചകനേക്കാൾ നേരത്തെ സ്വഹാബിമാർ മുസല്ലയിൽ എത്തിയിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലെത്തുമ്പോൾ ജനങ്ങൾ അവിടെ സന്നിഹിതരായിരിക്കും. അവർ നബിയേക്കാൾ മുമ്പ് അവിടെ എത്തിയിരുന്നു എന്ന് വ്യക്തം. അതുകൊണ്ട് സുബഹ് നമസ്കാര ശേഷം നേരെ ഒരാൾ മുസല്ലയിലേക്ക് പുറപ്പെടുന്നുവെങ്കിൽ അതാണ് കൂടുതൽ ഉത്തമം. എന്നാൽ ഇമാം മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിലാണ്. കാരണം എല്ലാ സ്വഹാബിമാരും എത്തിയതിനു ശേഷമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുസല്ലയിലേക്ക് എത്തിയിരുന്നത്. ഇമാം മുസല്ലയിലേക്ക് പുറപ്പെടേണ്ടത് നമസ്കാരത്തിന്റെ സന്ദർഭത്തിലാണെന്ന് ഇമാം ബഗവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശറഹു സുന്നയിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സഹോദരിമാരെ, പെരുന്നാൾ നമസ്കാരത്തിന്റെ മുമ്പോ ശേഷമോ ഐച്ഛിക നമസ്കാരങ്ങൾ, സുന്നത്ത് നമസ്കാരങ്ങൾ നിർവഹിക്കാതിരിക്കലാണ് ഉചിതം. സുബഹ് നമസ്കാരം നിർവഹിക്കണം. സുബഹ് നമസ്കാരം നിർവഹിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ നമസ്കാരം ഈദ് നമസ്കാരമാക്കുക, പെരുന്നാൾ നമസ്കാരമാക്കുക. خرج رسول الله صلى الله عليه وسلم يوم عيد فصلى ركعتين لم يصلي قبل ولا بعد. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് ദിനത്തിൽ ഈദ് നമസ്കാരത്തിന് വേണ്ടി പുറപ്പെട്ടു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം 2 റക്അത്ത് ഈദ് നമസ്കാരം നിർവഹിച്ചു. ലം യുസല്ലി ഖബ്ലു വലാ ബഅദു, അതിന്റെ മുമ്പോ അതിന് ശേഷമോ ഈദ് മുസല്ലയിൽ വെച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റ് സുന്നത്ത് നമസ്കാരങ്ങൾ, മറ്റ് ഐച്ഛിക നമസ്കാരങ്ങൾ നിർവഹിച്ചിട്ടില്ല. എന്നാൽ ഈദ് മുസല്ലയിൽ നിന്ന്, അതല്ലെങ്കിൽ മസ്ജിദിൽ നിന്ന് എവിടെയാണോ നമ്മൾ ഈദ് നമസ്കാരം നിർവഹിക്കുന്നത് അവിടുന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാവുന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയാണ്, ഫൈദാ റജഅ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ മൻസിലിഹി സല്ലാ റകഅതൈൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈദ് മുസല്ലയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സല്ലാ റകഅതൈൻ, 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുമായിരുന്നു. പെരുന്നാൾ നമസ്കാരം ഈദ്ഗാഹിൽ വെച്ച് നിർവഹിക്കുക എന്നതും പ്രബലമായ സുന്നത്താണ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാ ഈദുകൾക്ക് മുന്നോടിയായി നമ്മൾ പറയാറുണ്ട്. പക്ഷേ എപ്പോഴും ഉണർത്തൽ അനിവാര്യമായ ഒരു കാര്യം എന്ന നിലയ്ക്ക് അത് വീണ്ടും ആവർത്തിച്ചുകൊണ്ട് ഉണർത്തുകയാണ്. പ്രബലമായ സുന്നത്താണ് ഈദ്ഗാഹ് എന്ന് പറയുന്നത്. ഈദ് മുസല്ലൽ ഈദ് എന്നായിരുന്നു പഴയ കാലത്ത് പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിൽ നമ്മൾ ഈദ്ഗാഹ് എന്നാണ് പ്രയോഗിക്കാറുള്ളത്. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റുജു യൗമൽ ഫിത്രി വൽ അദ്ഹാ ഇലൽ മുസല്ലാ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബലിപെരുന്നാളിന്റെയും അതുപോലെ തന്നെ ഈദുൽ ഫിത്റിന്റെയും ദിനത്തിൽ മുസല്ലയിലേക്ക് പുറപ്പെടുമായിരുന്നു. മസ്ജിദിലല്ല നിർവഹിച്ചിരുന്നത്, മുസല്ലയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പുറപ്പെടുമായിരുന്നു. ഫഅവ്വലു ശൈഇൻ യബ്ദഉ ബിഹി സ്വലാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആരംഭിച്ചിരുന്നത് നമസ്കാരം കൊണ്ടായിരുന്നു, ഖുതുബ കൊണ്ടായിരുന്നില്ല. ആദ്യമായി നമസ്കാരം കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരംഭിച്ചിരുന്നത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ് തെളിവ്. ഈ പറഞ്ഞത് ഇമാം ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്. സഹോദരങ്ങളെ, ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, 2 പെരുന്നാൾ നമസ്കാരങ്ങളുടെ കാര്യത്തിലുള്ള പ്രബലമായ സുന്നത്ത് അവ ഈദ് മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നതാണ്. സ്വലാത്തുൻ ഫീ മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീമാ സിവാഹു ഇല്ലൽ മസ്ജിദൽ ഹറാം എന്നാണ് ഒരു വശത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മസ്ജിദുൻ നബവിയെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ മസ്ജിദുൻ നബവിയിലുള്ള നമസ്കാരം മറ്റു മസ്ജിദുകളിൽ, മസ്ജിദുൽ ഹറാം ഒഴികെയുള്ള മറ്റു മസ്ജിദുകളിൽ നമസ്കരിക്കുന്നതിനേക്കാൾ 1000 ഇരട്ടി പുണ്യമുള്ളതാണ് മസ്ജിദുൻ നബവിയിലുള്ള നമസ്കാരം. ആ മസ്ജിദുൻ നബവിയിൽ ഈദ് നമസ്കാരം നിർവഹിക്കാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം മുസല്ലയിൽ വെച്ച് അത് നിർവഹിച്ചു എന്നത് തന്നെയാണ് 1000 നമസ്കാരങ്ങളുടെ പുണ്യമാണ് മറ്റു മസ്ജിദുകളെക്കാൾ മസ്ജിദുൻ നബവിക്കുള്ളത്. എങ്കിൽ ആ മസ്ജിദുൻ നബവിയിൽ പോലും നിർവഹിക്കാതെ മുസല്ലയിൽ വെച്ച് നിർവഹിച്ചു എന്ന് പറയുമ്പോൾ അത് ഈദ് നമസ്കാരം മുസല്ലയിൽ നിർവഹിക്കുന്നതിന്റെ പ്രാധാന്യം അത്രത്തോളം ഉണ്ട് എന്നാണ് വ്യക്തമാക്കുന്നതെന്ന് ഇബ്നുൽ ഹാജ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്. സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു സംഭവം ഇപ്രകാരമാണ്. ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ പറയപ്പെട്ടു, താങ്കൾ കാണുന്നില്ലേ, പള്ളിയിൽ ഒരുപാട് ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. പള്ളിയിൽ സ്ത്രീകളും അതുപോലെ തന്നെ കുഞ്ഞുങ്ങളും അതുപോലെ രോഗികളും വൃദ്ധജനങ്ങളുമെല്ലാം ഒരുപാട് പള്ളിയിലുണ്ട്. നമുക്ക് പള്ളിയിൽ വെച്ച് അങ്ങ് നിസ്കരിച്ചാൽ പോരെ?
അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെയല്ല, എന്റെ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് അങ്ങനെയല്ല, അതല്ല പ്രവാചകന്റെ ചര്യ, എന്റെ മുൻഗാമികളായ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യ. പള്ളിയിൽ വെച്ച് നമസ്കരിക്കുക എന്നുള്ളതല്ല, അത് പ്രത്യേകം മുസല്ലയിൽ വെച്ച് നിർവഹിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് അവരുടെ ചര്യ തന്നെ എനിക്ക് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈദ്ഗാഹിലേക്ക്, ഈദ് മുസല്ലയിലേക്ക് സ്ത്രീകളോട് പോലും പുറപ്പെടാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കൽപ്പിച്ചിരുന്നു. സാധാരണഗതിയിൽ ജുമുഅക്കൊക്കെ സ്ത്രീകൾ വരാറുണ്ട്, ആ രീതിയിലല്ല, അതിനേക്കാൾ ഗൗരവത്തിൽ തന്നെ സഹോദരങ്ങളെ ഈദ് മുസല്ലയിലേക്ക് വരാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരുന്നു. ഉമ്മു അത്യ്യ റളിയല്ലാഹു അൻഹ പറയാണ്, ഉമിർനാ അൻ നഖ്റുജ ഫനുഖ്രിജൽ ഹുയ്യല വൽ അവാതിഖ വദവാതിൽ ഖുദൂർ. ഞങ്ങളോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അതല്ലെങ്കിൽ ഞങ്ങൾ കൽപ്പിക്കപ്പെട്ടു, അൻ നഖ്റുജ ഈദ് മുസല്ലയിലേക്ക് പുറപ്പെടാൻ കൽപ്പിക്കപ്പെട്ടു. ഫനുഖ്രിജൽ ഹുയ്യല ആർത്തവകാരികളെ അടക്കം ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോവാനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. വൽ അവാതിഖ യുവതികളെയും ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോവാൻ, വദവാതിൽ ഖുദൂർ അന്തഃപുരത്തിൽ വസിക്കുന്ന സ്ത്രീകളെ, തരുണികളെയും ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരെയും, എല്ലാ സ്ത്രീകളെയും ഈദ് മുസല്ലയിലേക്ക് കൊണ്ടുപോവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചു, അല്ലെങ്കിൽ കൽപ്പിക്കപ്പെട്ടു. ഫഅമ്മൽ ഹുയ്യലു, അപ്പോൾ ആർത്തവകാരികളായ സ്ത്രീകൾ, അവരെ പറ്റി പറയാൻ, ഫയഷ്ഹദന ജമാഅത്തുൽ മുസ്ലിമീന വദഅവതഹും, അവരെ മുസ്ലിങ്ങളുടെ ആ സംഘത്തിൽ ഹാജരാവണം, അവരുടെ പ്രാർത്ഥനയ്ക്ക് അവരെ ഹാജരാവണം. ദുആ ചെയ്യും, ഇമാം ദുആ ചെയ്യുമ്പോ അവർക്ക് ആമീൻ പറയാവുന്നതാണ്. പ്രാർത്ഥനയ്ക്ക് അവർ ഹാജരാവണം. എന്നാൽ വയതസിൽന മുസല്ലാഹുന്ന, നമസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. നമസ്കാരത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് ആർത്തവകാരികളടക്കം അതിൽ പങ്കെടുക്കണം എന്നുള്ളതാണ് ഇസ്ലാമിന്റെ നിയമം എന്ന് പറയുന്നത്. അതാണ് പ്രവാചകൻ പഠിപ്പിച്ച അധ്യാപനം എന്ന് പറയുന്നത്. ഒരു ഘട്ടത്തിൽ ഉമ്മു അത്യ്യ റളിയല്ലാഹു അൻഹ, ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കൽപ്പിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഉമ്മു അത്യ്യ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, പ്രവാചകരെ, ഞങ്ങളിൽ ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് ഈദ് മുസല്ലയിലേക്ക് പോവാൻ ജിൽബാബില്ലെങ്കിലോ, പ്രത്യേകമായിട്ടൊരു പർദ്ദയൊന്നുമില്ല, ഒരു വൃത്തിയുള്ള ഒരു പർദ്ദയൊന്നും അവരുടെ കൈവശമില്ലെങ്കിൽ അവർക്ക് പോവാതിരിക്കുവാൻ പറ്റുമോ? അവരെ പോവാതിരുന്നാൽ വല്ല കുഴപ്പവുമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിതുൽബിസ്ഹാ സ്വാഹിബതുഹാ മിൻ ജിൽബാബിഹാ, അവരുടെ കൂട്ടുകാരി അവർക്ക് ജിൽബാബ് നൽകട്ടെ. ഇല്ലെന്ന് കരുതി പോകാതിരിക്കണ്ട. കൂട്ടുകാരിയുടെ അടുക്കൽ നിന്ന് കടം വാങ്ങിയിട്ടെങ്കിലും, ജിൽബാബ് വായ്പ വാങ്ങിയിട്ടെങ്കിലും അവർ ഈദ് മുസല്ലയിലേക്ക് പോകണം, ഈദ്ഗാഹിലേക്ക് പുറപ്പെടണമെന്ന. ഫൽയഷ്ഹദിനൽ ഖൈറ വദഅവത്തൽ മുസ്ലിമീൻ, അവര് മുസ്ലിങ്ങളുടെ നന്മയിൽ ഹാജരാവണം, മുസ്ലിങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ ഹാജരാവണം, നിസ്കാരത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ബാക്കിയുള്ള പ്രാർത്ഥനകൾ ഉണ്ടല്ലോ, ഇമാം നടത്തുന്ന പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾക്ക് ആമീൻ പറയാൻ അവരും ഈദ് മുസല്ലയിൽ ഉണ്ടാവണം എന്നാണ് സഹോദരങ്ങളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. ജുമുഅയിൽ നിന്ന് വ്യത്യസ്തമായി നമസ്കാര ശേഷമാണ് ഖുത്ബ നിർവഹിക്കുക എന്നതും പ്രവാചക ചര്യയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഷഹിദുൽ ഈദ മഅ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈദ് ദിനത്തിൽ പ്രവാചകന്റെ കൂടെ ഞാൻ ഹാജരായി. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്, വ അബീ ബക്കറിൻ വ ഉമർ വ ഉസ്മാന, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെയും പ്രവാചകന്റെ കൂടെയും എല്ലാം ഞാൻ ഈദ് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട്. ഫകുല്ലുഹും കാനൂ യുസല്ലൂന ഖബ്ലൽ ഖുത്ബ, അവരെല്ലാവരും തന്നെ, പ്രവാചകനും ഖുലഫാഉർ റാഷിദുകളും എല്ലാവരും തന്നെ ഖുത്ബയ്ക്ക് മുമ്പായിരുന്നു നമസ്കാരം നിർവഹിച്ചിരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഖുത്ബ കൂടി എല്ലാവരും കേൾക്കണം, അന്നത്തെ ഉത്ബോധനം കൂടി എല്ലാവരും കേൾക്കണം. സഹോദരങ്ങളെ, റമളാനിന്റെ അവസാന ഭാഗം ചൈതന്യവത്താക്കാനും പെരുന്നാളിന്റെ എല്ലാ മര്യാദകളും പാലിച്ചുകൊണ്ട് പെരുന്നാൾ ആഘോഷം നിർവഹിക്കുവാനും റബ്ബ് തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലർ റസൂലിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അയ്യുഹന്നാസ് ഉസീകും വഇയ്യായ താനിയം ബിതഖ്വല്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, ജീവിതത്തിലെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ വിധികളും വിലക്കുകളും പാലിച്ചുകൊണ്ട് അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ, തഖ്വയോടുകൂടി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ നിങ്ങളോടും ഒരിക്കൽ കൂടി ഉപദേശിക്കുകയാണ്. തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു തആല നമുക്കെല്ലാവർക്കും തഖ്വയും ഈമാനുമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി നമുക്ക് വിശുദ്ധ റമളാന് സലാം പറയാം. അസ്സലാമു അലൈക യാ ശഹ്റ റമളാൻ. ശഹ്റുൻ മുബാറകുൻ ശഹ്റുൻ അലീം. ശഹ്റുൻ ഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹ്ർ തനസ്സലുൽ മലായികതു വറൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, ചില കാര്യങ്ങൾ പ്രത്യേകമായി അറിയിക്കാനുണ്ട്. അതിലൊന്ന് നമ്മുടെ ഇന്നത്തെ കളക്ഷനുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ ഈദ്ഗാഹിനുള്ളതാണ്. ഈദ്ഗാഹിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിക്കലാണ് പ്രവാചകചര്യ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് നമ്മൾ വിശദീകരിച്ചു. അതുകൊണ്ട് പ്രവാചകചര്യയെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഈദ്ഗാഹ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഉദാരമായി സംഭാവന അർപ്പിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഇത് സുന്നത്തിനെ ഇഹ്യാ നടത്തുവാൻ, പുനരുജ്ജീവിപ്പിക്കുവാനുമുള്ള ശ്രമമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉദാരമായി ഈദ്ഗാഹിലേക്ക് സംഭാവനകൾ അർപ്പിക്കണമെന്ന് പ്രത്യേകമായി ആവശ്യപ്പെടുകയാണ്. എന്തെല്ലാം പ്രത്യേകമായ നിയ്യത്തുകൾ വെച്ചുകൊണ്ടാണോ, നല്ല ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ടാണോ നാം സംഭാവനകൾ അർപ്പിക്കുന്നത്, ആ നല്ല ലക്ഷ്യങ്ങളെല്ലാം അല്ലാഹു തആല പൂർണ്ണമായും സഫലീകരിച്ചു തരുമാറാവട്ടെ. അതിൻ്റെ പ്രതിഫലം അല്ലാഹു നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും നൽകുമാറാവട്ടെ, എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുകൊണ്ട് ഈദ്ഗാഹ് കളക്ഷൻ അത് ഇന്ന് നടക്കുമ്പോൾ വളരെ നന്നായി തന്നെ അതിനെ എല്ലാവരും ഉദാരമായ രീതിയിൽ തന്നെ സംഭാവനകൾ അർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് വരണം എന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മുടെ മസ്ജിദിലെ സക്കാത്ത് സംവിധാനം, സക്കാത്ത്, ഫിത്ർ സക്കാത്ത്, അതിൻ്റെ കളക്ഷൻ വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ സക്കാത്തോ ഫിത്ർ സക്കാത്തോ നൽകാൻ ഉദ്ദേശിക്കുന്നവർ അതും പെട്ടെന്ന് തന്നെ നൽകേണ്ടതാണ്. അള്ളാഹു നാം നൽകുന്ന സക്കാത്ത്, ഫിത്ർ സക്കാത്ത് അടക്കമുള്ള എല്ലാ കാര്യങ്ങളും നമ്മിൽ നിന്ന് പൂർണ്ണമായും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത ആളുകളുണ്ട്. രോഗികളായ ആളുകൾ, ഗൾഫിൽ ജീവിക്കുന്ന ആളുകൾ പോലും, ഗൾഫിൽ ഹോസ്പിറ്റലിലായ ആളുകൾ, അഡ്മിറ്റ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആളുകൾ, രോഗികൾ, സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ആളുകളും വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ രോഗങ്ങളെല്ലാം പൂർണ്ണമായും ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ശരിയായ ജീവിതത്തിലേക്ക്, ശരിയായ ആരോഗ്യത്തിലേക്ക്, എന്തൊക്കെ പ്രയാസങ്ങളാണോ, ശാരീരികമായ പ്രയാസങ്ങളാണോ അവർ അനുഭവിക്കുന്നത്, അതെല്ലാം തന്നെ പൂർണ്ണമായും മാറി ശരിയായ ജീവിതത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് മടങ്ങാൻ റബ്ബ് തആല അവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളവന്റെ നിരവധി അനുഗ്രഹങ്ങൾ നിറഞ്ഞ ജന്നാത്തുൽ ഫിർദൗസിലും അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവന്റെ പ്രീതിയിലും അവന്റെ പൊരുത്തത്തിലുമാക്കി തീർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, അയൽവാസികൾ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നമുക്കും അല്ലാഹു തആല പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ, മാപ്പാക്കി കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവന്റെ അർശിന്റെ നിഴൽ, രാജസിംഹാസനത്തിന്റെ നിഴൽ നൽകിക്കൊണ്ട് അവരെയും നമ്മയും പ്രത്യേകമായി അനുഗ്രഹിക്കുമാറാവട്ടെ. ബർസഖി ജീവിതത്തിൽ കഴിഞ്ഞുകൂടുന്ന, നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ ബർസഖി ജീവിതം അല്ലാഹു വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. അവരെ കണ്ണെത്താ ദൂരത്തോളം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കരങ്ങളിൽ നിന്ന് ഹൗലുൽ കൗസറിന്റെ മഹത്തായ പാനീയം വാങ്ങിച്ചു കുടിക്കാനും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തുൽ ഉലമായുടെ ഭാഗമായി മാറാനും, വലത് കൈയിൽ ഗ്രന്ഥം നേടിയെടുക്കാനും,
സിറാത്തിലൂടെ മിന്നൽ വേഗത്തിൽ പ്രയാണം ചെയ്യാനും ഫിർദൗസിൽ പ്രവാചകന്മാരോടൊപ്പം സുദ്ദീഖുകളോടൊപ്പം ശുഹദാക്കളോടൊപ്പം സ്വാലിഹീങ്ങളോടൊപ്പം സന്തോഷത്തോടെ സംഗമിക്കാനും റബ്ബ് തആല നമുക്കും നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പടച്ചവരെ, റമളാൻ നോമ്പ്, പടച്ചവനെ ഖുർആൻ, പടച്ചവനെ നോമ്പും ഖുർആനും അല്ലാഹ് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന അവസ്ഥാവിശേഷം ഉണ്ടാക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഖുർആനും നോമ്പും ഞങ്ങൾക്ക് പ്രതികൂലമായി സാക്ഷി പറയുന്ന അവസ്ഥാവിശേഷം ഒരിക്കലും ഉണ്ടാക്കല്ല നാഥ. പടച്ച തമ്പുരാനെ, റമളാനിൽ ഞങ്ങളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. അല്ലാഹുവേ, ആ വീഴ്ചകൾ നീ പരിഹരിച്ചു തരണമേ. പടച്ചവരെ, പുറത്തു തരണമേ റബ്ബേ. ഞങ്ങളുടെ നോമ്പിൽ ചെറുതും വലുതുമായി എന്തൊക്കെ വീഴ്ചകളാണോ സംഭവിച്ചു പോയിട്ടുള്ളത്, അല്ലാഹുവേ, ആ വീഴ്ചകളെല്ലാം പുറത്തുകൊണ്ട് പൂർണ്ണമായും സ്വീകാര്യോഗ്യമായ നോമ്പാക്കി ഞങ്ങളുടെ നോമ്പിനെ, റമളാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സുഹൃതങ്ങളെയും, ഞങ്ങളുടെ ഖിയാമിനെ, ഞങ്ങളുടെ തിലാവത്തുൽ ഖുർആനിനെ, എല്ലാറ്റിനെയും പടച്ചവരെ നീ മാറ്റേണമേ തമ്പുരാനെ. അല്ലാഹ് പടച്ചവരെ, അല്ലാഹ് റമളാനോട് ഞങ്ങൾ സലാം പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹുവേ, അവസാനത്തെ വെള്ളിയാഴ്ച എന്ന നിലയിൽ സലാം പറഞ്ഞിരിക്കുകയാണ്. അല്ലാഹ് പടച്ചവരെ, ആരോഗ്യത്തോടു കൂടി അടുത്ത കൊല്ലവും റമളാനെ കണ്ടുമുട്ടാൻ പടച്ചവനെ ഞങ്ങൾക്ക് തൗഫീഖ് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, പടച്ചവരെ, റമളാനെ പൂർണ്ണമായും അല്ലാഹുവേ ആഗ്രഹിച്ചതുപോലെ, അതല്ലെങ്കിൽ നീ കൽപ്പിച്ചതുപോലെ റമളാനെ ഞങ്ങൾ സ്വീകരിച്ചു ഉൾക്കൊണ്ടു എന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കില്ല പടച്ചവരെ. പടച്ചവരെ, ഇനിയും ഒരു റമളാൻ ഞങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ പടച്ചതമ്പുരാനെ, ആ റമളാനെ അല്ലാഹുവേ കഴിവിന്റെ പരമാവധി ഞങ്ങൾ ഉൾക്കൊള്ളാം പടച്ചവനെ. അടുത്ത റമളാൻ, ആ റമളാനിൽ കൂടി ജീവിക്കാൻ പടച്ചവരെ ഞങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനിൽ അവശേഷിക്കുന്ന 4-5 ദിനങ്ങൾ പടച്ചവരെ അല്ലാഹുവേ ഫലവത്തായ രീതിയിൽ, പ്രയോജനപ്രദമായ രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്താൻ നാഥാ ഞങ്ങൾക്ക് നീ ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ സന്മനസ്സ് നൽകി അനുഗ്രഹിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാന്റെ രാവുകളിൽ ഏത് രാവിലാണോ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സജീവമായത്, അല്ലാഹ് ആ രാവ് തന്നെ ആക്കി നീ ലൈലത്തുൽ ഖദറിനെ മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിനെ നേടിയവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തേണം റബ്ബേ. അല്ലാഹുവേ, ലൈലത്തുൽ ഖദർ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിലാക്കി ഞങ്ങളെ നീ മാറ്റല്ല തമ്പുരാനെ. അല്ലാഹ് പടച്ചവരെ, പലസ്തീൻ മക്കളെ നീ സഹായിക്കണമേ റബ്ബേ. അല്ലാഹുവേ, പലസ്തീനിലെ സഹോദരിമാരെ, സ്ത്രീകളെ, കുഞ്ഞുങ്ങളെ, അല്ലാഹുവേ, ദുർബലരായ ആ രോഗികളായ സഹോദരങ്ങളെ പടച്ച തമ്പുരാനെ അല്ലാഹുവേ സഹായിക്കണമേ റബ്ബേ. പടച്ചവരെ, അപ്പമില്ലാതെ, അന്നമില്ലാതെ, അഭയമില്ലാതെ, ശുദ്ധജലം പോലും കുടിക്കാനില്ലാതെ പടച്ചവനെ ഗസയിലെയും റഫയിലെയും ജനങ്ങൾ കഷ്ടപ്പെടുകയാണ്. അല്ലാ, അവരുടെ കഷ്ടപ്പാട് ഞങ്ങളെക്കാൾ കൂടുതൽ പടച്ചവരെ അറിയുന്നവനാണ് നീ. അല്ലാഹുവേ, അവരുടെ കഷ്ടപ്പാട് അല്ലാഹുവേ അവസാനിപ്പിക്കാൻ ഒരു ഘട്ടത്തിൽ നീ തീരുമാനിച്ചാൽ, നീ മാത്രം തീരുമാനിച്ചാൽ അവസാനിക്കുന്ന കഷ്ടപ്പാടേ പടച്ചവനെ ഗസ നിവാസികൾക്കുള്ളൂ, റഫാ നിവാസികൾക്കുള്ളൂ. പടച്ചവരെ, പലസ്തീൻ ജനതയോട് നീ കരുണ കാണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഖുദ്സിന്റെ കാവൽക്കാരോട്, ബൈത്തുൽ മഖ്ദിസിന്റെ കാവൽക്കാരോട് പടച്ച തമ്പുരാനെ നീ കരുണ കാണിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇനിയും ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് അവരെ നീ നയിക്കല്ല തമ്പുരാനെ. അല്ലാഹുവേ, സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയം പ്രാവർത്തികമാക്കാൻ പടച്ച തമ്പുരാനെ ലോകത്തിനെ നീ തുണക്കേണമേ തമ്പുരാനെ. അല്ലാഹുവേ, സ്വതന്ത്ര പലസ്തീൻ എന്ന ആശയത്തെ പ്രയോഗമാക്കേണമേ തമ്പുരാനെ. അല്ലാഹ്, ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ സജ്ജനങ്ങളാക്കി മാറ്റണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യാ സന്താനങ്ങളിൽ കൺകുളിർമ പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും റമളാനിലൂടെ തഖ്വയും ഈമാനും സബ്റും ഇസ്തിഖാമത്തും സിബാത്തും പടച്ച തമ്പുരാനെ നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. ഞങ്ങളുടെ ഈമാനികമായ കരുത്ത് നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, സത്യമാർഗത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ഞങ്ങളുടെ ഇച്ഛാശക്തി നീ വർദ്ധിപ്പിക്കണമേ റബ്ബേ. അല്ലാഹുവേ, വർഗീയതയെ പരാജയപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹുവേ, ഫാസിസത്തെ എന്നേക്കുമായി പരാജയപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹുവേ, ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള പരസ്പര സ്നേഹവും സൗഹൃദവും പടച്ച തമ്പുരാനെ ഞങ്ങളുടെ രാജ്യത്തും ലോകത്തുടനീളവും നീ നിലനിർത്തി തരേണമേ തമ്പുരാനെ. അല്ലാഹ്, പടച്ചവരെ, ഞങ്ങൾ നിന്നെ വിളിക്കുകയാണ് റബ്ബേ. നിന്നെ അല്ലാഹ് എന്ന് വിളിക്കാൻ നിനക്ക് കോടാനക്കോടി അടിമകളുണ്ട് പടച്ചവനെ റബ്ബേ. ഞങ്ങൾക്ക് അല്ലാഹ്
എന്ന് വിളിക്കാൻ ഉടമസ്ഥനായി, റബ്ബായി, നാഥനായി നീ മാത്രമേ ഉള്ളൂ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഇവിടെ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങൾ, അവരുടെ മനസ്സുകളിൽ എന്തൊക്കെ സതുദ്ദേശങ്ങളാണോ ഉള്ളത്, അല്ലാഹുവേ, ആ സതുദ്ദേശങ്ങളെ മുഴുവൻ നീ സഫലീകരിച്ചു കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരേണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ സാമ്പത്തികമായ ബാധ്യതകൾ വീട്ടി തരേണമേ റബ്ബേ. അല്ലാഹുവേ, കുടുംബങ്ങളിൽ വിവാഹപ്രായമായിട്ടും മക്കളെ വിവാഹം ചെയ്യാൻ സാധിക്കാതെ, മക്കൾക്ക് വിവാഹം സാധ്യമാവാതെ കഷ്ടപ്പെടുന്ന മാതാപിതാക്കളുണ്ട്. അല്ലാഹ്, ആ സഹോദരിമാരുടെ സഹോദരങ്ങളുണ്ട്. അല്ലാഹുവേ, അവരുടെ സഹോദരിമാരുടെ, അല്ലാഹുവേ, ആ മാതാപിതാക്കളുടെ മക്കളുടെ വിവാഹം പെട്ടെന്ന് തന്നെ നീ യാഥാർത്ഥ്യമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ശവ്വാലിലേക്ക് പ്രവേശിക്കുന്ന മുറയിൽ തന്നെ അവരുടെ വിവാഹം തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമേ തമ്പുരാനെ. അല്ലാഹ്, പടച്ചവരെ, എല്ലാ ബുദ്ധിമുട്ടുകളും ഞങ്ങളിൽ നിന്ന് നീ നീക്കണമേ റബ്ബേ. അല്ലാഹുവേ, എല്ലാ ആദികളും വ്യാധികളും മുസീബത്തുകളും പടച്ച തമ്പുരാനെ ഞങ്ങളിൽ നിന്ന് നീ നീക്കണമേ റബ്ബേ. അല്ലാഹ്, ഞങ്ങളുടെ എല്ലാ ദുആകളും നീ സ്വീകരിക്കണമേ റബ്ബേ. അല്ലാഹുവേ, റമളാനെ സ്വീകരിച്ചവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. റമളാൻ 30 ദിവസവും ലഭിച്ചിട്ടും അതല്ലെങ്കിൽ 29 ദിവസം ലഭിച്ചിട്ടും ആ റമളാനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തവർ നിന്റെ കാരുണ്യത്തിൽ നിന്ന് അകലത്തിലാവട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ കയറുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ റമളാനെ തിരസ്കരിച്ചവരിൽ, ആ റമളാനെ തള്ളിയവരിൽ, ആ റമളാനെ പ്രയോജനപ്പെടുത്താൻ സാധിക്കാത്തവരിൽ പടച്ചവരെ ഞങ്ങളെ നീ ഉൾപ്പെടുത്തല്ല നാഥാ. പടച്ചവരെ, റമളാനെ പൂർണ്ണമായും ഹൃദയം കൊണ്ടും ജീവിതം കൊണ്ടും ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും വരവേറ്റവരിൽ, റമളാനെ സ്നേഹിച്ചവരിൽ, റമളാന്റെ വരവിൽ സന്തോഷിച്ചവരിൽ നാഥാ ഞങ്ങളെ എല്ലാവരെയും നീ ഉൾപ്പെടുത്തേണമേ റബ്ബേ. അല്ലാഹ്, സ്വീകരിക്കണമേ തമ്പുരാനെ. اللهم ارض عن ابي بكر وعمر وعثمان وعلي وعن بقيه الصحابه والصحابيه كلهم اجمعين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم لا تعذبنا بالنار ولا تجعلنا من حطب النار انها بئس الدار وبئس المثوى وبئس القرار. اللهم لا تجعل في قلوبنا غلا للذين آمنوا ربنا إنك أنت رؤوف رحيم. اللهم انصر المسلمين المجاهدين في فلسطين، اللهم انصرهم في كل مكان. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين.